പിണറായിയിലെ റസീനയുടെ ആത്മഹത്യക്ക് കാരണക്കാരായ 3 SDP-ക്കാരെ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തു, അവരെ റിമാൻഡ് ചെയ്തു. ഇപ്പോഴേ ആ റസീനയുടെ ഉമ്മ പറയുന്നത് റസീന ആത്മഹത്യ ചെയ്യാൻ കാരണം റസീനയുടെ ആൺസുഹൃത്ത് മുഖേനയാണ്. അയാൾ റസീനയുടെ ഏകദേശം 10-40 പവൻ സ്വർണം അടിച്ചെടുത്തിട്ടുണ്ടെന്നൊക്കെയുള്ള ഒരു ആരോപണം ഉപയോഗിച്ച് റസീനയുടെ ഉമ്മ ചില വാക്കുകൾ പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇത് തീർച്ചയായിട്ടും SDP-ക്കാരോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി പറഞ്ഞതായിട്ട് തന്നെ വേണം കണക്കാക്കാൻ. പോലീസിൻ്റെ അന്വേഷണത്തിൽ റസീനയുടെ ആത്മഹത്യാക്കുറിപ്പിനകത്ത് കൃത്യമായി SDP പ്രവർത്തകർ 3 പേരെയും പറ്റി പറയുന്നുണ്ട്. അവർ കാരണമാണ്, മാനസികമായി തകർന്ന താൻ ആത്മഹത്യക്ക് കാരണം എന്ന് പറഞ്ഞു. അതിനകത്ത് അവരുടെ ആൺസുഹൃത്തിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അയാൾ ആണ് ഇതിനൊരു കാരണക്കാരനെന്ന് ഉമ്മ പറയുന്നതോ അല്ലെങ്കിൽ SDP-ക്കാരെ ഒരു ഡിഫൻസ് പറയുന്നതോ അത് എന്തായാലും പോലീസിൻ്റെ അടുത്ത് വിലപ്പോവില്ല എന്നെനിക്ക് തോന്നുന്നു. പിണറായിയിലെ പോലീസ് കൃത്യമായ രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കണ്ണൂർ SP ആ കാര്യം ഇന്നലെ ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു. ആ പിണറായിയിലെ ഏരിയ സെക്രട്ടറി പി സദാശിവൻ്റെ വാക്കുകൾ പുറത്തേക്ക് വന്നു. അദ്ദേഹം പറയുന്നത് ഇത് SDP-യുടെ പ്രവർത്തനം മൂലമാണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. കാരണം SDP-യുടെ ഓഫീസിൻ്റെ മുന്നിൽ കൂടെ പോലെ പോകാൻ സ്ത്രീകൾക്ക് ഭയമാണ്. കാരണം അതുപോലെയുള്ള ചില കാര്യങ്ങൾ ആ വാർത്തകളായിട്ട് ഈ ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ആൾക്കാർക്ക് ഭയമാണ് SDP ഓഫീസിൻ്റെ മുന്നിൽ കൂടെ പോകാൻ. അപ്പം സമൂഹത്തിലെ ഈ ആൾക്കാരുടെ പ്രവർത്തനം എത്രത്തോളം മ്ലേച്ഛകരമാണ്, സാംസ്കാരിക നിലവാരമില്ലാത്തതാണ് എന്നൊക്കെ ആ ഏരിയ സെക്രട്ടറിയുടെ വിശകലനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നു. അതോടൊപ്പം തന്നെ ഇതേപ്പറ്റി പ്രതികരിച്ചത് ശ്രീമതി ടീച്ചറെ നല്ലൊരു പ്രതികരണം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഇതൊരു താലിബാനിസമാണ് എന്നവർ ഓപ്പണായിട്ട് പറയുകയും ചെയ്തു. അതുപോലെ ഇപ്പം തന്നെ ഈ ശ്രീമതി ടീച്ചറിനൊപ്പം തന്നെ വനിതാ കമ്മീഷനിലെ ചെയർമാൻ സതീദേവിയും ആ രീതിയിൽ തന്നെയുള്ള ഒരു വിമർശനം നടത്തിക്കഴിഞ്ഞു. പൊതുവെ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന അവിടങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന ആൾക്കാരും സ്ത്രീകളും ഇത് തീർച്ചയായിട്ടും ഒരു താലിബാനിസത്തിന് കൊടപിടിക്കുന്ന ഒരു സംഭവം തന്നെയാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആൾക്കൂട്ട വിചാരണയായിട്ട് തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. അങ്ങനെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഒരു സ്ത്രീ ഒരു പുരുഷനോട് സംസാരിക്കുന്നത് കുറ്റകരമല്ല. അതുതന്നെയല്ല, ആ പയ്യന് ഇവരേലും പ്രായം കുറവാണ്. ഇപ്പം വരുന്ന വാർത്തകൾ അയാൾ ഇതുവരെ മിസ്സിംഗ് ആണ്, അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് ഭയപ്പെട്ടിരുന്നു ഞാൻ. പക്ഷേ അയാൾ ഇന്ന് രാവിലെ തന്നെ പിണറായി പോലീസിൽ ഹാജരായി സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അയാൾ താൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയാണ് ഈ റസീനയെ പരിചയപ്പെട്ടത്, അങ്ങനെ ഒരു ബന്ധമാണ്. അപ്പോൾ അവരെ കണ്ട് സംസാരിച്ച് അതൊരു കുറ്റകരമല്ല. അത് നമ്മുടെ സമൂഹത്തിലെ ആ ചിന്തകൾ, അങ്ങനെയുള്ള ചിന്തകളും സ്ത്രീയും പുരുഷനും താൻ സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു കുറ്റമായിട്ട് കണക്കാക്കാൻ പാടില്ല. നമ്മുടെ സാംസ്കാരിക നിലവാരം അതിലും ഉയർന്നതാണ്. ഈ താലിബാനിസം എന്ന് ശ്രീമതി ടീച്ചർ പറഞ്ഞതിന് തന്നെ കൃത്യമായി അതിൻ്റെ മീനിങ് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ വനിതാ കമ്മീഷൻ ചെയർമാനും പറഞ്ഞു കഴിഞ്ഞു. കാരണം അതൊക്കെ നമ്മുടെ സമൂഹത്തിലുള്ള ആർക്കും ഒരു സ്ത്രീ ഒരു പുരുഷനോട് സംസാരിച്ച് ഒരു പുരുഷൻ പോയി ഒരു സ്ത്രീ സംസാരിക്കുന്നത് കുറ്റകരമല്ല. അത് നമ്മൾ ഇൻട്രാക്ഷൻ തീർച്ചയായിട്ടും വേണം എന്ന് തന്നെയാണ്. പക്ഷേ മറ്റു രീതിയിലൊക്കെ പോയി കഴിയുമ്പോഴാണ് അതിനകത്ത് അപകടം മണക്കുന്നത്. പക്ഷേ അങ്ങനെ കണ്ടു എന്ന് വിചാരിച്ചാൽ ഉടൻ തന്നെ അവരെ പറഞ്ഞ് ആ കാറിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു വിട്ടിട്ട് ആ 3 പേരും ആ പയ്യനെ പിടിച്ചുകൊണ്ട് പോയി അവർ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് 3:30 മണി വൈകിട്ട് 8:30 വരെ മർദ്ദിച്ചു, ചോദ്യം ചെയ്തു. അയാളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ മുഴുവൻ അവർ പരിശോധിക്കുകയാണ്. എന്തധികാരം ഇവർക്കുണ്ട്? ഏത് ജാതിയായാലും ശരി, ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ആർക്കെങ്കിലും ഇതിന് അധികാരമുണ്ടോ? അങ്ങനെയൊക്കെയുള്ള ഒരു നടപടി ഒരാളുടെ പേരിൽ എടുക്കണമെങ്കിൽ അതിലൂടെ പോലീസുണ്ട്. കോഗ്നിസബിൾ ഒഫൻസാണ്. അതിനകത്ത് എന്തെങ്കിലും കുറ്റകൃത്യം ഉണ്ടെങ്കിലേ പോലീസ് അന്വേഷിക്കുകയുള്ളൂ. 2 പേര് റോഡിൽ നിന്ന് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കുറ്റമല്ലല്ലോ. അതിനെപ്പറ്റി പോലീസൊന്നും നടപടി എടുക്കില്ല. അതുകൊണ്ട് ചെയ്ത പ്രവൃത്തി ഏതായാലും ശരിയായില്ല. അത് ചോദ്യം ചെയ്ത് നടപടി ശരിയായില്ല. അവർക്ക് ചോദ്യം ചെയ്യാം, അവരുടെ കുടുംബക്കാരുടെ അടുത്ത് പറയാം ആവശ്യമുണ്ടെങ്കിൽ. ആ പയ്യനുമായിട്ട് ഒരു അവിഹിത ബന്ധമുണ്ട്, അപകടം. അതുകൊണ്ട് അവരുടെ വീട്ടുകാരെ പറയട്ടാ. എന്തായാലും റസീനയ്ക്ക്
ഒരു ഭർത്താവുണ്ട്. അത് തന്നെയല്ല, റസീനയ്ക്ക് മാതാപിതാക്കളും ഉണ്ട്. ഇപ്പോൾ റസീനയുടെ അമ്മ പറയുന്നത് ഏകദേശം 10-40 പവനോളം ഉണ്ടായിരുന്നു സ്വർണം, അതൊക്കെ ആ പയ്യൻ അടിച്ചെടുത്തു എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഒരു ബന്ധങ്ങളില്ല. ഇവർ കല്യാണം കഴിഞ്ഞിട്ട് 10-40 വയസ്സായി, ഇത്ര വർഷങ്ങളായി. അവർക്ക് കൊടുത്ത സ്വർണ്ണാഭരണമൊക്കെ എപ്പോഴേ തീർന്നിട്ടുണ്ടാവും. അപ്പോൾ അത് തന്നെയല്ലേ പിതാവ് മുഹമ്മദ് എന്ന് പറയട്ടെ, മാതാവാണ് ഇപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത്. റഫീഖ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭർത്താവുണ്ട് ധർമ്മടത്ത്, അയാൾക്ക് ഇതേപ്പറ്റി യാതൊരു പരാതിയില്ല. പക്ഷേ അവരെല്ലാം വിളിപ്പിച്ച് ഒരു വിചാരണ നടത്തിയിരിക്കുന്ന SDPI ഓഫീസിൽ. എന്ത് കാരണത്തിലായാലും ശരി അവരെ അവിടെ വിളിപ്പിച്ചിരിക്കുന്നു. ആ പയ്യനെ എന്നിട്ട് രാത്രിയിൽ അവിടുന്ന് പറഞ്ഞു വിട്ടു എന്ന് പറയുന്നു. എന്തായാലും ഇപ്പം അയാൾ അപകടം ആണ് തൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ എന്ന് അയാൾ വിശ്വസിക്കുന്നില്ല. അയാൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പരിചയപ്പെട്ട് അവരുമായിട്ട് ബന്ധം പുലർത്തിയിരുന്നു, സംസാരിച്ചിരുന്നു. അതിനെന്താണ് തെറ്റ്? കാരണം ഇപ്പം സമൂഹത്തിലെല്ലാവരും അങ്ങനെയാണല്ലോ. നമുക്കിപ്പം യൂട്യൂബിൽ കൂടെ ആണ് പലരും പല കാര്യങ്ങളും പറയുന്നത്. അതിൽ ഫേസ്ബുക്കിൽ കൂടെ പറയുന്നുണ്ട്, എക്സിൽ കൂടെ പറയുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പറയുന്നുണ്ട്. അതൊക്കെ സമൂഹത്തിൽ ഇപ്പം ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു മേഖലയായിട്ട് മാറിക്കഴിഞ്ഞു. വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്കൂളും കോളേജ് ലെവലിലും കമ്പ്യൂട്ടർ രംഗത്തും ഏത് രംഗത്തും ആയാലും ശരി, എഞ്ചിനീയറിംഗ് രംഗത്തും ആയാലും ശരി, നമുക്കിപ്പോൾ ഡിജിറ്റലിൻ്റെ ആവശ്യം. ആ ഡിജിറ്റലായിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ സമൂഹത്തിൽ വിദ്യാഭ്യാസം ഇല്ലാത്ത വളരെ ചുരുക്കം ചില ആൾക്കാരും ഫോണിൻ്റെ ഉപയോഗം, അതിൻ്റെ GPayയും എങ്ങനെയാണ് പൈസ കിട്ടുന്നത്, എങ്ങനെയാണ് പൈസ അടയ്ക്കുന്നത്, അത്രയെങ്കിലും അവരൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒരാളെ വിളിക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ട് ഇപ്പം നല്ല പ്രായമുള്ളവർക്കില്ല. അത്രയെങ്കിലും ആ ഡിജിറ്റൽ വേൾഡിൽ അവർ അവയർനെസ് വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സമൂഹത്തിൽ ഇത് മായ്ക്കാൻ കഴിയില്ല. രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ ഒക്കെ പലരെ വിളിച്ചെന്ന് വരും. അത് ചോദ്യം ചെയ്യാനും കഴിയില്ല. സ്കൂളിലും കോളേജിലൊക്കെ അങ്ങനെയാണല്ലോ. അതിനകത്ത് അപകടം ഉണ്ടാകുമ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം മാതാപിതാക്കളും കുട്ടികൾക്കും ടീച്ചേഴ്സിനും സമൂഹത്തിലെ SDPIക്കാർക്കും ഉണ്ട്. അപകടം മണത്ത് കഴിഞ്ഞാൽ. പക്ഷേ ഈ രീതിയിലുള്ള വിചാരണ SDPI നിർത്തണം. അത് നല്ലൊരു പ്രവൃത്തിയല്ല. അതിൽ ഒരു പയ്യൻ അവരുടെ ബന്ധുവാണെന്ന് പറയുന്ന ആയിക്കോട്ടെ, അവരുടെ വീട്ടിൽ പറഞ്ഞവർ ഈ പയ്യനുമായിട്ടുള്ള ബന്ധം, അത് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ നടപടി എടുത്തോട്ടെ. നമ്മളെന്തിനാ ഒരു കുടുംബത്തിൽ കയറി അനാവശ്യമായി ഈ രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുന്നത്? എന്തായാലും ഇന്ന് പിണറായിയിലെ പോലീസ് ആ പയ്യനെ വിളിച്ച് ചോദ്യം ചെയ്ത് കഴിഞ്ഞു. ആ പയ്യനെ ഇവരുമായിട്ട് എങ്ങനെയാണ് പരിചയം കിട്ടിയെന്ന് പറഞ്ഞു. അത് തന്നെയല്ല, അയാളുടെ ഒരു നടപടി കൊണ്ടാണ് ഇവർ ആത്മഹത്യ ചെയ്തത് എന്ന് അവർ പറയണമായിരുന്നു. അവരുടെ ലെറ്ററിൽ അത് പറഞ്ഞിട്ടില്ല. തനിക്ക് മാനഹാനി ഉണ്ടായത്, തനിക്ക് തൻ്റെ സുഹൃത്തിനെ അവമാനിച്ചു, മർദ്ദിച്ചു, അത് തന്നെ 5-10 മണിക്കൂർ അയാളെ കസ്റ്റഡി വെച്ചു. അത് തനിക്ക് വലിയ അവമാനം. തന്നോടുള്ള സൗഹൃദമുള്ള ഒരു പയ്യന് ആ സൗഹൃദം കാരണം ഇങ്ങനൊരു അവമാനം വന്നുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും മാനനഷ്ടം വന്നിട്ടുണ്ട്, എനിക്കത് താങ്ങാൻ കഴിയില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കുറിപ്പെഴുതി അവരെ വീട്ടിൽ അവരെ കയറി തൂങ്ങി. പോലീസ് ആ ലെറ്റർ കണ്ടെടുത്തു, അവരുടെ വേദന മനസ്സിലായി. അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. പ്രേരണ കുറ്റത്തിന് 3 പേര് ശിക്ഷ അനുഭവിക്കും. കാരണം ലെറ്ററിൽ അതുമുണ്ട്. ഈ മയിലുള്ള പയ്യനും അത് കൃത്യമായിട്ട് പറയും. അയാൾ അടുത്തുനിന്നാണ് ഇവരെ അടിച്ച് ഓടിച്ചത്, എങ്ങനെ ആയിക്കോട്ടെ. അതിനുശേഷം ആ പയ്യനെ ഏകദേശം 8-10 മണിക്കൂർ ഇവരെ കസ്റ്റഡിയിലാണ്. അവരെ SDPIയുടെ ഓഫീസിലും കൊണ്ടുപോയി. ആ ഓഫീസിൽ വിചാരണ നടന്നു. ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചു വരുത്തി, ഉമ്മയെ വിളിച്ചു വരുത്തി, പിതാവിനെ വിളിച്ചു വരുത്തി, ഭർത്താവിനെ വിളിച്ചു വരുത്തി. അവിടെ ഒരു വിചാരണ നടന്നു. എന്താണ് ആ വിചാരണ, എന്താണ് അവർക്ക് ആവശ്യം? അത് കേരളത്തിൽ നടക്കില്ല. ഇന്ത്യയിൽ ചിലപ്പം ചിലടത്തൊക്കെ നടന്നെന്ന് വരും. കേരളത്തിലെ നമ്മുടെ സാമൂഹികമായ നമ്മുടെ രംഗം ലോക സാംസ്കാരിക രംഗത്തിൻ്റെ മുകളിൽ പോയിരിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് ഇത് കേരളത്തിലെ ഏറ്റവും മ്ലേച്ഛമായ രീതിയിലുള്ള ജാതി ചിന്തയൊക്കെ നമുക്കുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്, 10, 50, 100 വർഷങ്ങൾക്ക് മുമ്പ്. അതെല്ലാം മാറ്റിയെടുത്ത് ഇവിടുത്തെ ചരിത്ര പുരുഷന്മാരെല്ലാം, ശ്രീനാരായണ ഗുരുവൊക്കെ ആ ജാതിക്ക് എതിരായിട്ട് കേരളം മുഴുവൻ ഓടി നടന്ന് ഗാന്ധിജി ഇവിടെ വന്നു. അതുകൊണ്ട് ഇവിടെ ജാതി ചിന്തയൊന്നുമില്ല. അത് പലർക്കും തോന്നുന്നതാണ്. പഴയ കാലത്ത് 100 വർഷം മുമ്പോട്ടായിരിക്കാം. അത് ഇപ്പോഴും വെച്ച് പുലർത്തുന്നു എന്ന് ആരോപണമൊക്കെ വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ചിന്തയില്ല. എല്ലാവരും തോളെ പല ജാതിക്കാരും ഒന്നിച്ച് പഠിക്കുകയും ഒന്നിച്ച് ക്ലാസ്സിലിരിക്കുകയും ഒന്നിച്ച് കൂട്ടുകൂടി കളിക്കുകയും അവർ പരസ്പരം തോളെ കൈയിട്ട് നടക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് കേരളം. പക്ഷേ ഇവിടെ ഇത് വിലപ്പോവില്ല. അത് അതിശക്തമായ നടപടി ഗവൺമെൻറ്, ഏത് ഗവൺമെൻറ് ആയാലും ശരി, ഇടതുപക്ഷമായാലും ശരി, വലതുപക്ഷമായാലും ഏത് ഗവൺമെൻറ് വന്നാലും അതിശക്തമായ നടപടി ഗവൺമെൻറ് ഭാഗത്തുണ്ടാകും. അതുകൊണ്ട് ഈ രീതിയിലുള്ള പ്രവർത്തനം ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നവരെല്ലാം അതിൽ നിന്ന് പിന്മാറിക്കണം. സാംസ്കാരികപരമായി കേരളം വളരെ ഉന്നതിയിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.